Calculate the angles of a quadrilateral shown below and also the angles between the diagonals. അപ്പോൾ രണ്ട് ക്വസ്റ്റിനെ പറയുന്നത് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ആംഗിൾസും കാണണം, ആംഗിൾ ബിറ്റ്വീൻ ഓഫ് ദിസ് ഡയഗണൽസും കാണണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം, ഇവിടെ ഒരു ആർക്ക്, ഇതൊരു സിമ്പിൾ ആർക്കാണ് ഈ ആർക്ക് ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. ഈ പറയുന്ന ആർക്ക് ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. ആ ആർക്ക് തന്നെ ഓപ്പോസിറ്റിൽ വേറൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, സെയിം ആംഗിൾ ആയിരിക്കുക മെഷർ. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? ദിസ് ആംഗിൾ ഈസ് ആൾസോ 30 ഡിഗ്രി. ഇനി ഇവിടെ നമുക്ക് കാണാം ഈ 50 ഡിഗ്രി ഉണ്ടാക്കുന്ന ഈ ആർക്കാണ്. ഈ ആർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളിന് 50 ഡിഗ്രി. അതേപോലെ തന്നെ ഒരു ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആർക്കും ഈ സെയിം ആർക്കാണ്, ഓപ്പോസിറ്റ് ആംഗിളിന് രണ്ടും സെയിം മെഷർ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 50 ഡിഗ്രി ആയിട്ട് മാറും. ഇനി നമ്മൾ 30 കണ്ടു, 50 കണ്ടു. ഇനി 45 നോക്കാം. ഈ ആർക്കാണ് ഈ 45 ഡിഗ്രി. ഈ ആർക്കാണ് 45 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ആർക്കാണ് ഇവിടെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 45 ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ ഈ 45 ഡിഗ്രിക്കുള്ളായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സമ്മ് ചെയ്താൽ മതി. ഈ ട്രയാങ്കിളിൻ്റെ സമ്മ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 50 ഉണ്ട്, പ്ലസ് ഇവിടെ 30 ഉണ്ട്, പ്ലസ് ഇവിടെ 45 ഉണ്ട്, പ്ലസ് ടോട്ടൽ എത്ര കിട്ടും? 180 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 50 30 180 ആയി. 45 കൂടെ നമ്മളിനി 100 ആക്കിയാൽ മതി. ആ 45 കൂടെ എത്ര ആഡ് ചെയ്യണം? 55 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് മെഷർ കിട്ടും. ഈ മെഷർ 55 ആയി. അപ്പോൾ ഈ ആർക്ക് ഓപ്പോസിറ്റ് ആർക്ക് ഉണ്ടാക്കുന്നതാണ് 55 ഡിഗ്രി. സെയിം ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഏത്? ഈ ആംഗിൾ ഏതാണ്? 55 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 ആണ്. അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് 50 + 45 95 ആണ്. 95 + 5 100 ആണ്. 100 + 80 ആയി 180 ആയി. 50 + 50 100 105 ആണ്. 105 110 ആയി. ബാക്കി 70 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180. ഇനി നമുക്ക് ഈ ഡയഗണൽസ് അങ്ങോട്ട് അടിക്കാൻ വേണ്ടത്. അപ്പോൾ 15 30 ആണ്. 15 30 ആകുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 15 30 ആകുമ്പോൾ ഇത് എത്രയായിട്ട് മാറും? ദിസ് ആംഗിൾ ഈസ് ടോട്ടൽ 100 ആയി മാറും. 15 30 ആകുമ്പോൾ ഇത് 180 ആണ്. അപ്പോൾ 100 ആയി മാറും. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ആൾസോ വാട്ട്? 100. കാരണം ഇതും ഓപ്പോസിറ്റ് ആംഗിൾസാണ്. ഈ ആംഗിൾ എന്തായിട്ട് മാറും? 80 ആയി മാറും. കാരണം ഇത് ലീനിയർ പെയറിൽ മൊത്തം 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 80 ആയിട്ട് മാറും. ദർഫോർ നമ്മൾ ഡയഗണൽസിലുള്ള എല്ലാ ആംഗിളും ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിളും കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. The outer angle at any vertex is equal to the inner angle at the opposite vertex. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സർക്കിളാണ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചതിന് ശേഷം നമുക്ക് വേണ്ടൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ഇവിടെ വരയ്ക്കാം. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ പറയുന്നത് പ്രോപ്പർട്ടി നമുക്ക് ഒരു ഔട്ടർ ആംഗിളിനെ പറ്റിയോ, സൈക്ലിക് ക്വാഡ്രിൻ്റെ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ. അപ്പോൾ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഈ ആംഗിളാണ് ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ. അത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ ഓഫ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഔട്ടർ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ഇതിനെ ആംഗിളിന് എക്സ് എന്ന് കൊടുക്കാം. ഈ എക്സ് കൊടുത്താൽ ഇതെന്തായി? വൈ ഇത് കൊടുക്കുക. അതെന്തായിട്ട് മാറും? സെറ്റ് കൊടുക്കാം. ഇപ്പോൾ എക്സ് പ്ലസ് സെറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം. എക്സ് പ്ലസ് സെറ്റിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 180 ആണ്. എന്താണ് കാരണം? അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ്. എക്സ് പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു 180. അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഈ എക്സും വൈയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. അതിനെന്താ റീസൺ? ഇത് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഒരു വരയിൽ തന്നെ ഒരു ലൈന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇതും ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. ഇതും ആഡ് ചെയ്യുമ്പോൾ 180. ദർഫോർ വി ക്യാൻ റൈറ്റ് എക്സിനോട് സെറ്റ് ആഡ് ചെയ്യുമ്പോൾ 180, എക്സിനോട് വൈ ആഡ് ചെയ്യുമ്പോൾ 180. ദർഫോർ വി ക്യാൻ സേ സെറ്റ് ആൻഡ് വൈ ആർ ഈക്വൽ. സെറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വൈ ആണ്. അതായത് ഈ ആംഗിളും ഈക്വൽ ആണ് കിട്ടും.